വായ്പാ പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജിയിൽ ഉത്തരവ് ഇന്ന്. സുപ്രീം കോടതിയാണ് കേരളത്തിന്റെ ആവശ്യത്തിൽ തീരുമാനം പറയുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് കേരളം വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചപ്പോൾ അത് വിശദമായി പരിശോധിച്ചിരുന്നതാണ്. കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം തേടിക്കൂടെ എന്ന് കോടതി നേരത്തെ തന്നെ ചോദിച്ചതാണ്. പക്ഷേ അത്തരത്തിലൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല. പിന്നീട് കേരളത്തിന് കൂടുതൽ തുക അനുവദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ വിഷയം ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത് എന്നാണ് നിലവിൽ സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ ആണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഈ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ കേരളത്തിന്റെ വിജയമായി കാണേണ്ടതുണ്ട്. കാരണം ഹർജി തള്ളിയ സാഹചര്യമല്ല, മറിച്ച് വിഷയത്തിൽ ഗൗരവമുള്ള ആരോപണമാണ് കേരളം ഉന്നയിക്കുന്നത്. അത്തരം ഗൗരവമുള്ള വിഷയങ്ങളും ഭരണഘടനാപരമായ വിഷയങ്ങളുമാണല്ലോ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത്. അവിടെ കോടതിയുടെ നിലപാട് എന്താകും എന്നത് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് കേരളത്തിന് ആശ്വാസമേകുന്നുണ്ടോ? അഭിലാഷ്, അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഹർജികളായിരുന്നു കേരളം നൽകിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുപ്പ് പരിധി ഉയർത്താനാകുമെന്ന് ചോദ്യം ചെയ്യപ്പെട്ടുള്ള ഹർജിയായിരുന്നു ഒന്ന്. രണ്ടാമത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, അതുകൊണ്ട് തന്നെ അടിയന്തരമായി 10,000 കോടി രൂപയെങ്കിലും കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ ഒരു ഹർജിയായിരുന്നു കേരളം ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ 2 ഹർജികളും ഇന്ന് കോടതിയുടെ മുന്നാകെ വരികയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഹർജി മാത്രമാണ് ഭരണഘടനാ ബെഞ്ചിനെ ഇപ്പോൾ 2 വെച്ച് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഹർജി, അതായത് 10,000 കോടി അടിയന്തരമായി നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച ഹർജി, അതിൽ ഒരു അനുകൂല നിലപാട് കേരളത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന് അത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയല്ല അവിടെ നിന്ന് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട ഹർജി അത് ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള ഒരു സാഹചര്യം, അതായത് ഭരണഘടനയുടെ 293 അനുച്ഛേദ പ്രകാരമാണ് ഒരു സംസ്ഥാനത്തിന് എത്രത്തോളം കടമെടുക്കാമെന്ന് നിശ്ചയിക്കുന്നത്. അത്തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ് 293 വകുപ്പ് ഇതുവരെയും ആദ്യം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് 2 ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള വിഷയമായതിനാൽ തന്നെ അത് ഭരണഘടനാ ബെഞ്ചിന് വിടുക എന്നുള്ളത് തന്നെയാണ് 2 ബെഞ്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇത് ഭരണഘടനാ വിഷയങ്ങൾ ഉയരുന്നതാണ്. കൂടാതെ 6 വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ തന്നെ ഭരണഘടനാ ബെഞ്ച് വിലയിരുത്തിയ ശേഷം അതിൽ തീരുമാനമെടുക്കട്ടെ എന്ന് 2 ബെഞ്ച് ചെയ്യുകയായിരുന്നു. എന്തായാലും അത് ഉചിതമായി ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി, നിരീക്ഷണത്തിലേക്ക് കൂടി 2 ബെഞ്ച് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത് കിഫ്ബി വഴി എടുത്തിട്ടുള്ള ഈ ഒരു വായ്പ, കൂടാതെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് എടുത്തിട്ടുള്ള വായ്പ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കേരളം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കടമെടുപ്പ് പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ 6 വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നില്ല. അല്പസമയത്തിനകം തന്നെ അത് ഈ കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ തേടാനാകുമെന്ന് കരുതുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000 കോടി അടിയന്തരമായി നൽകണം. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് പോകുന്നു. പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടി പണമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ആ കാര്യം കോടതി പരിഗണനയ്ക്കെടുക്കുന്നില്ല. അത് കേന്ദ്രത്തിന് അനുകൂലമായ രീതിയിൽ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും GDP-യുടെ 3% തന്നെ നിലനിർത്തുമോ, അതല്ല ഈ നേരത്തെ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 13,608 കോടി രൂപ നൽകാമെന്നുള്ള ഒരു നിഗമനം നേരത്തെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അത് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭരണഘടനാ ബെഞ്ചിലെ പ്രധാനപ്പെട്ട ഹർജി വിടുന്നത് കൂടി ഇനി കൂടുതൽ കാലത്തേക്ക് കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. അതായത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുള്ളത്. ഇനി ഭരണഘടനാ ബെഞ്ച് വിശദമായി വാദം കേട്ട ശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ വിധി പ്രഖ്യാപനം ഉണ്ടാവുക.